ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം 53-ാം ദിനവും തുടരുന്നു. സമരം ഒത്തുതീർക്കാൻ സർക്കാർ വിളിച്ച ചർച്ച ഇന്ന് 3 മണിക്ക്. മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്നും PS വിനയ ചേരുന്നുണ്ട്. വിനയ, കഴിഞ്ഞ 2 തവണ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമതൊരു ചർച്ച വിളിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലാണ് ആശാപ്രവർത്തകർ? ഇന്ന് 53-ാമത്തെ ദിവസമാണ്. അവരുടെ നിരാഹാര സമരം 15-ാം ദിവസവുമാണ്. 3 പേര് നിരാഹാരം കിടക്കുന്നുണ്ട്. ഇന്ന് 3 മണിക്കാണ് മന്ത്രി വീണ ജോർജ് വിളിച്ചിരിക്കുന്ന ചർച്ച. എല്ലാ ട്രേഡ് യൂണിയനുകളെയും, അതായത് AITUC, INTUC, അതേപോലെ തന്നെ CITU 3 ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസമായി തുടരുന്ന ഒരു സമരം, അത് സർക്കാർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാത്ത കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു വിമർശനം വന്നിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൂടി ഇതിന്റെ പേരിൽ സർക്കാർ നേരിടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ചകൾ, കാര്യങ്ങളെല്ലാം സമരക്കാരെ അറിയിക്കുക, അതോടൊപ്പം തന്നെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ 3 ആവശ്യങ്ങളിൽ ഉറച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. ഈ ആവശ്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒരു ചർച്ചയില്ലാതെ ഒരു കാരണവശാലും സമരം നിർത്തില്ല, സമരം അതുവരെയും തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് സമാനമായി തന്നെ അംഗനവാടി ജീവനക്കാരും ഇതിനപ്പുറത്തായിട്ട് ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിനപ്പുറത്തായി സമരം ചെയ്തിരുന്നു. അവരുടെ സമരം സർക്കാർ ഒത്തുതീർപ്പാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജും ധനകാര്യമന്ത്രി KN ബാലഗോപാലുമാണ് അന്ന് സമരക്കാരുമായി ചർച്ച നടത്തിയത്. ഇവരുടെ ആവശ്യങ്ങൾ, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെ ഉള്ള ആവശ്യങ്ങളായിരുന്നു അംഗനവാടി ജീവനക്കാർക്കും ഉണ്ടായിരുന്നത്. അവരുടെ ആവശ്യങ്ങൾ പരിശോധിക്കാനായി 10 ദിവസത്തിനുള്ളിൽ ഒരു സമിതിയെ നിയോഗിക്കും. ആ സമിതിയുടെ ഒരു റിപ്പോർട്ട് 90 ദിവസത്തിനുള്ളിൽ നൽകാൻ ആവശ്യപ്പെടും. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അവരുന്നയിച്ച ആവശ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാര നടപടിയിലേക്ക് സർക്കാർ പോകും എന്ന് ഒരു ഉറപ്പ് ഈ 2 മന്ത്രിമാരും, മന്ത്രി വീണ ജോർജും KN ബാലഗോപാലും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അംഗനവാടി ജീവനക്കാർ സമരം നിർത്തിയത്. സമാനമായി ഒരു ഫോർമുല ഇവർക്കും നൽകി ഇവരോടും സമരം നിർത്തി ഇത്തരത്തിലൊരു കമ്മീഷൻ രൂപീകരിച്ച് സമരം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. പക്ഷേ നമ്മൾ ഈ ആശാവർക്കർമാരോട് സംസാരിച്ചപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അവരുടെ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നത് രേഖാപരമായി ഉറപ്പ് കിട്ടിയാലല്ലാതെ ഒരു കാരണവശാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച.